പേരധികം കേൾക്കാത്തതായതുകൊണ്ട് ഒരു പ്രത്യേകത. നല്ല മധുരം കേട്ടോ ഇത്. ഇപ്പം തന്നെ ഒരു 10-15 ദിവസം കഴിയണമെന്ന് പറഞ്ഞു ചേച്ചിയുടെ നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ. ഈ പ്രകൃതിയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് ചേട്ടാ. ഈ നമ്മൾ എന്തേലും പഴങ്ങള് ഇതിന്റെ ടേസ്റ്റ് അനുഭവിക്കാതെ എന്തേലും ആൾക്കാർ ഈ ലോകം വിട്ടു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലമായാലും ഈ പഴവർഗ്ഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടാനും അറിയാനും തുടങ്ങിയിട്ട്. ഒരു കായ് ഇത്ര നീളമല്ല, പാകിസ്ഥാനി മൾബറി. മൾബറി കായ് അതെയോ? മൾബറി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരറിയത്തില്ലേ? പാകിസ്ഥാനി ഇതോ ഇത്ര നീളം. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് കായ്ക്കും ചേട്ടാ അറിയാം? അതൊരു 6 മാസം ആണെങ്കിൽ പിടിക്കാൻ വലിയ പാടാണ്. മട്ട് പിടിക്കാനാ ചേട്ടന് കൃഷി? ഞാനിത് പഠിപ്പിച്ചാൽ ഇന്ന് നോക്കി എവിടെയെങ്കിലും കാരണം നോക്കി മൽബറിയുടെ അതേ ഇലയല്ലേ ഏട്ടാ? ഇതിന്റെ ബഡുണ്ടോ ചേട്ടാ? ഇല്ല. ഇല്ലല്ലേ? ഓ ചേട്ടാ ഇതിന്റെ തൈ ഉണ്ടോ ഇവിടെ? അത് ഈ ഇതല്ലേ ചെറുതായിട്ട് ഉണ്ടായി വരുന്നേ? ഇതുണ്ടോ ചേട്ടാ? ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? പാകിസ്ഥാനി മൾബറി. പാകിസ്ഥാനി മൾബറി. അതാണ് ഇത്. ഇത്രയും നീട്ടമുണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാന്നാണ് പറഞ്ഞത്. ഇതിപ്പോ എത്ര നാൾ കഴിയുമ്പോൾ പഴമാവും ചേട്ടാ? 20 ദിവസം. 20 ദിവസം കഴിയുമ്പോൾ ഇത് പഴമാവുന്നാണ് പറഞ്ഞത്. സിജേ 20 ദിവസം കഴിയുമ്പോൾ വന്നാലോ സിജി ഇവിടെ? ഒന്ന് വരണ്ടി വരും. ഇതിന്റെ ഇപ്പൊ തന്നെ ഇത് കണ്ടപ്പോ ഇതിന്റെ വലുപ്പം എന്ന് പറഞ്ഞ ഓർണം കഴിച്ചാൽ ഏതാണ്ട് വയറിയും വയറിയും. ഒരു വിരലിന്റെ നീളം ഉണ്ടല്ലേ? ഇതിനേക്കാളും നീട്ടമുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരിക്കും, ഇച്ചിരി ചെറുതായി പോയി. നമ്മളെ കാണിക്കാനായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ വളർന്നു വന്നതാ. നിറച്ചുണ്ടാവും ചേട്ടാ ഇത്? ഈ മരം നിറച്ച് പാകിസ്ഥാൻ മലബറി. അതിന്റെ ഇത് ഒരാളിത് കേട്ടോ. ഇതാ ഈ കൈവരലുണ്ട്. പ്രിയരെ, ഇതാണ് പാകിസ്ഥാനി മൾബറി. ഇതിൻ്റെ പഴത്തിൻ്റെ വലിപ്പം ഒന്ന് കാണിച്ചു തരാം. ഇതാണോ? ഇതിപ്പോൾ ഇത് ചെറുതാണ്, വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ശകലം അതിൻ്റെ സീസൺ കഴിയുന്നതാണ് പറഞ്ഞത്. 20 ദിവസം കഴിയുമ്പോൾ അല്ലേ? ഒരു 20-25 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ ഇത്രയും നീട്ടത്തിൽ മനോഹരമായ പഴമായി. ടേസ്റ്റ് എങ്ങനെയാട്ടാ? നല്ല മധുരം. നല്ല മധുരം. മൽബറിനേക്കാളും മധുരം ഉണ്ടോ? ഉണ്ടല്ലേ? ഇനി ഇത് പഴുക്കണ സമയത്ത് ഒരിക്കൽ കൂടി വരണം. ഇത് രണ്ടെണ്ണം കഴിച്ചു നോക്കണം. എല്ലാ വിദേശ ഇനം പഴമാണ്. ഓരോന്ന് തന്നെ കഴിച്ചിട്ട് മതിയാവുന്നില്ല. പിന്നെ ഇതിന്റെ പേര് വീണ്ടും പറഞ്ഞു. ഈ ഫിലോസൻ കഴിച്ചിട്ട് തന്നെ മതിയാവണില്ല. മധുരം കാരണം വിദേശ ഇനം പഴങ്ങളാണ്. കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ല. അതെല്ലേ? ഇത് ഏതാ ചേട്ടാ? ഇത് ഇവിടെ ഇപ്പൊ സാധനം മുറിക്കാൻ പോകണേ. അതിന്റെ പേര് റോയൽ റെഡ്. അതാണ്. അതിന്റെ തൈ ഉണ്ട്. തൈ ഉണ്ട് ചേട്ടാ. ഇതിന്റെ തൈക്ക് തന്നെ ചേട്ടാ വില? ആയി വരുന്നു. ഓണം തരാം അല്ലേ? ചേട്ടന്റെ നമ്പറൊക്കെ ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ കേട്ടോ. എന്നാ വിലയാവും ചേട്ടാ തൈക്ക്? ആയി വരുന്നുള്ളൂ. ആകട്ടെ, ആയി വരുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ ഇതുണ്ടോ? ഉണ്ടോ? ചക്ക ഉണ്ടോ? ഇതുണ്ടോ? നല്ല തീ കളറാ അല്ലേ? ചക്ക നമ്മൾ മുറിച്ച് തന്നെ ഈ ഫോട്ടോയിൽ എടുക്കണം. എനിക്ക് നമുക്ക് നേരിട്ട് മലമ്പുഴ കാണിച്ചില്ലേ? ചേട്ടൻ്റെ ഈ കൃഷിത്തോട്ടത്തിൽ വന്നപ്പോൾ അത്ഭുതങ്ങളല്ലേ സിജിയെ? എത്ര വിദേശ ഇനം ഫ്രൂട്ട്സുകളാ നമ്മളൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത. ദുരിയാൻ നിന്ന് വയറ് മൊത്തം നിറഞ്ഞു. ദുരിയാൻ അല്ല, ഈ ചില ചാനലൊക്കെ പറഞ്ഞു ഈ ദുരിയാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മണമാണ്. എന്തോ പുളിപ്പാന്നോ? ഉടനെ ചക്ക ഉണ്ടോ? 2 ദിവസം ചക്ക ഉണ്ടാവും. അതല്ലേ? 10 രൂപ ചക്ക ഉണ്ടാവും. ചേട്ടാ ഇത് തലയ്ക്കും വെട്ടി നിർത്തണോ ചേട്ടാ? അങ്ങനെ 10 ചക്ക ഉണ്ടാകുന്ന 10 കിലോ 10 രൂപ ചക്ക ഉണ്ടാകുന്ന. അപ്പോൾ ഒരു ചക്ക 15 കിലോ. 15 കിലോ? അതുണ്ടോ? 10 ചക്ക പറിച്ചു വേറെ ആൾ പറിച്ചു പോയതാ.
ഇത് എത്ര വർഷം പഴക്കമുണ്ട് ചേട്ടാ ഈ മരത്തിന്? 15 കൊല്ലം ഉണ്ടല്ലേ? കളർ ഇത് കളറല്ലേ? അടുത്ത കൊല്ലം വിടുവാണെങ്കിൽ രണ്ട് കളർ വരുന്നുണ്ടല്ലേ? മണ്ട അത് ഇതിന്റെ ഇത് കൂട്ടുണ്ട്. സിജിയെ അടുത്ത കൊല്ലം വിടുവാണെങ്കിൽ സിജിയെ ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടോ? ഇത് കായ്ക്കണ സമയത്ത് അടുത്ത കൊല്ലം ഞാൻ വിളിക്കാം. ആകുന്നില്ല, മഴയില്ലാത്തെങ്കിൽ ഹായനെ. മഴയില്ലാത്തതുകൊണ്ടേ. ചേട്ടാ ഇതെന്താണ് ഇത്? ഈ റെഡ് അലോവേര. അലോവേര ചുവന്ന അലോവേര. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ചിലവാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കറ വീഴും. കറ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാകും, റെഡാവും. റെഡ് കളറാവും അല്ലേ? ഇതിന്റെ കറ വീഴുമ്പോൾ മുറിച്ച് കഴിയുമ്പോൾ ഇതിന്റെ കറ റെഡാവും, റെഡ് കളറാണ്. തലയിലൊക്കെ തേക്കാനായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് റെഡ് കളറിലുള്ളത്. ഇത് പ്രത്യേക ഔഷധ ഗുണം ഉള്ളതായിരിക്കും അല്ലേ? മറ്റേ നാടൻ അലോവേരക്കാലും വ്യത്യാസം ഉണ്ട് ചേട്ടാ. കയ്പില്ല, ഒരു വായി ചോദിക്കുക, കയ്പില്ല. നോക്കിയേ, കയ്പില്ല. നോക്ക്, കയ്പില്ല. വായി വെച്ച് കയ്പില്ല. മറ്റേ കയ്പില്ല. 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 ഇതാ കയ്പില്ല. ഇത് കുറച്ചാൽ ചാറ് ഇത് ഇവിടെ ചൂടാ മുറിച്ച് മഴക്കാലം വേനൽക്കാലമാണെങ്കിൽ ചുമലയായി മാറും. വേനലാണെങ്കിൽ ഇത് ചുമലയായി മാറും അല്ലേ? ചെറിയ ചൂടില്ലല്ലോ, കളർ വ്യത്യാസം പോലെ വന്നുണ്ട്. അല്ല ചൂടുണ്ടോ? ആണെങ്കിൽ കയ്പുണ്ടോ? ഇല്ല, ഇല്ല കയ്പില്ല. വേറെ കയ്പുള്ള ഈ തലയിലൊക്കെ തേക്കാൻ നല്ലതല്ലേ ഏട്ടാ? എണ്ണ കാച്ചാനൊക്കെ കറ്റർവാഴ അല്ലേ? ഈ റെഡ് താരനൊക്കെ നല്ല. ഒത്തിരി ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് അല്ലേ ഇത്? ഇതേ സിജി ചുമ്മാ ജെല്ലായിട്ട് തലയിലേക്ക് ചുമ്മാ ഞെക്കിയ കഴിഞ്ഞാൽ തലയിലേക്ക് ആടും. ഇതിന്റെ സിജി ഇത് തലയിലേക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ജെല്ല് തണുപ്പ്. തണുപ്പ് എന്താന്ന് വെച്ചാൽ ഇത് ഓർമ്മ വെച്ചിട്ട് ഞാനിതൊന്ന് തണുപ്പ്. ഇത് റെഡാന്ന് പറഞ്ഞേ. അല്ല ഇത് എന്റെ നീര് റെഡായി മാറുന്ന പറഞ്ഞപ്പോ തലമുടി റെഡായി മാറോ? എന്നാ വേനലാകുമ്പോഴാണ് വേനൽ സമയത്താണ് ഇതിന്റെ നീര് ഇങ്ങനെ ഒടിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ റെഡ് കളർ ഇതിന്റെ കറക്റ്റ്. എന്തോ? തീർച്ചയായിട്ടും അയച്ചുതരാം. ഞങ്ങൾ ബാഗ് എന്താ ആക്കിടാം.